ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റൻ റജേഷ്. അപ്പൊ ഞാനൊരു കാർഡ് ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മൈൻഡ് റീഡിംഗ് കാർഡ് ട്രിക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് പെർഫോമൻസ്. നമുക്ക് ആദ്യം തന്നെ കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്പെക്ടേറ്ററിനും കാർഡ് ഷഫിൾ ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കാർഡ്സ് റഫ്ലി ഹാഫായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ റഫ്ലി ഹാഫായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പെക്ടേറ്ററിന് ഏതെങ്കിലും ഒരു പൈല് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്പെക്ടേറ്ററിന്റെ കൈ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഡെക്കുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ സ്പെക്ടേറ്റർ ശ്രദ്ധിച്ച് കാണണം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് സ്പെക്ടേറ്ററിന് അത് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, കാർഡ്സ് ഒക്കെ നന്നായിട്ട് ഷഫിൾ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിപ്പോ കാണാം കാർഡ്സ് ഒക്കെ നന്നായിട്ട് ഷഫിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പെക്ടേറ്ററിന്റെ അടുത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യാൻ പറയാം. ഓക്കെ, ഒരു കാർഡ് ചൂസ് ചെയ്യും. ഏതെങ്കിലും ഒരു കാർഡിൽ ടച്ച് ചെയ്യും അല്ലേ? എന്നെ കാണിക്കേണ്ട ക്യാമറ കാണിച്ചോളൂ ആ കാർഡ്. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് സ്പെക്ടേറ്ററിന്റെ കാർഡ്സ് ഷഫിൾ ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ഡെക്കുമ്പോ ചെയ്ത കാര്യങ്ങള് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞാനിപ്പോ ഒരു കാർഡ് ചൂസ് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വെക്കണാണ്. ഞാൻ ഇതൊക്കെ ഷഫിൾ ചെയ്യാനാണ്. ഓക്കെ, ഞാനെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാ ഈ ഡെക്ക് എടുത്തിട്ട് ഞാൻ ഫേസ് അപ്പ് ആയിട്ട് വെക്കും. എന്നിട്ട് നിന്റെ കാർഡ് ഏതാണെന്ന് ഞാൻ ഗസ് ചെയ്യും. എന്നിട്ട് ആ നിന്റെ കാർഡ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഈ ഡെക്കിന്റെ ടോപ്പിൽ കൊണ്ടുവന്ന് നോക്കും. അതേപോലെ നീയും നിന്റെ ഡെക്കും വെച്ച് എന്റെ കാർഡ് ഏതാണെന്ന് ഗസ് ചെയ്തിട്ട് ഡെക്കിന്റെ ടോപ്പിൽ കൊണ്ടുവന്ന് നോക്കണം. ഓക്കെ, അപ്പോ ഞാൻ ചെയ്യാനാണ്. എന്നെ കാണിക്കണ്ട, നീ ക്യാമറ കാണിച്ചാൽ മതി. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏതാണെന്ന് കാർഡിന്ന്. ഞാനത് ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിനക്ക് നിന്റെ പൈലില് എടുത്ത് നോക്കാം. ഓക്കെ ഓക്കെ, ടോപ്പ് നിന്റെ കാർഡ് ഏതായിരുന്നു? ക്യൂൻ ഓഫ് സ്പേഡ്സ്. അതാണ് ടോപ്പ് കാർഡ്. എടുത്ത് നോക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ് ടോപ്പ് കാർഡ്. ഓക്കെ, എന്റെ കാർഡ് ജാക്ക് ഓഫ് സ്പേഡ്സ് ആയിരുന്നു. അതാണോ നീ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അത് ജാക്ക് ഓഫ് സ്പേഡ്സ് ആണ്. അപ്പൊ സ്പെക്ടേറ്റർ എന്റെ മൈൻഡ് റീഡ് ചെയ്തു, ഞാൻ സ്പെക്ടേറ്ററിന്റെ മൈൻഡ് റീഡ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ട്രിക്ക്. നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നിങ്ങളിപ്പോ കണ്ട ട്രിക്കിന്റെ ട്യൂട്ടോറിയൽ. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർഡ്സ് വേണം. എത്ര വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്പെക്ടേറ്ററിന്റെ കാർഡ് ഷഫിൾ ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ കാർഡ്സ് ഇത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡെക്ക് റഫ്ലി ഹാഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. സ്പെക്ടേറ്ററിന്റെ അടുത്ത് ഒരു ഡെക്ക് ചൂസ് ചെയ്യാൻ പറയണം. സ്പെക്ടേറ്റർ ഈ ഡെക്ക് ചൂസ് ചെയ്തെന്ന് വെച്ചോ, സ്പെക്ടേറ്ററിന് ആ ഡെക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഡെക്ക് നമുക്ക് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർഡ്സ് എല്ലാം നന്നായിട്ട് ഷഫിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ട്രിക്കിൽ ചെയ്യേണ്ടത് ആകെ 2 മൂവാണ്. 2 സിമ്പിൾ മൂവാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്സ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കാർഡ് ഷഫിൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്പെക്ടേറ്ററിനെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം കാർഡ്സ് എല്ലാം ഷഫിൾ ആയിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഫേസ് അപ്പ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തോട്ട് ചെന്നിട്ട് 4th കാർഡ് നമ്മൾ നോക്കി വെക്കണം. അപ്പൊ 4th കാർഡ് ഇപ്പൊ 7 ഓഫ് സ്പേഡ്സ് ആണ്. അപ്പൊ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കാണാം കാർഡ്സ് എല്ലാം നന്നായിട്ട് ഷഫിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ കിട്ടി 7 ഓഫ് സ്പേഡ്സ് ആണ് കാർഡ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ആ ഡെക്ക് തിരിക്കുമ്പോൾ ഈ ടോപ്പിൽ നിന്ന് 4th കാർഡ് ആയിരിക്കും 7 ഓഫ് സ്പേഡ്സ്. ഓക്കെ ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെക്ടേറ്ററിന്റെ അടുത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യാൻ പറയണം. അപ്പൊ നമ്മളത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഈ 4th കാർഡ് 3rd കാർഡുമായിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഈ മിഡിൽ ഫിംഗറും വെച്ച് ഈ കാർഡ് ഒന്ന് ടച്ച് ചെയ്യണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഈ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം, ഈ കൈയുടെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചെയ്താൽ ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് സ്പെക്ടേറ്ററിനടുത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യാൻ പറയാം. അങ്ങനെ സ്പെക്ടേറ്റർ കാണാണ്ട് ആ കാർഡ് ഈ ഒരു പൊസിഷനിൽ എത്തിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് സ്പെക്ടേറ്ററിനടുത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യാൻ പറയണം. അപ്പോൾ സ്പെക്ടേറ്ററിനടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർഡ് ടച്ച് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ടച്ച് ചെയ്തെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡെക്കിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കണ പോലെ നിന്ന് കുടയണം. അപ്പോൾ ഈ താഴത്തെ കാർഡ് നമുക്ക് ഏതാണെന്നറിയാം, 7 ഓഫ് സ്പേഡ്സ്. എന്നിട്ട് നമ്മളത് കാണരുത്, സ്പെക്ടേറ്ററിനടുത്ത് മാത്രം അതൊന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ സ്പെക്ടേറ്റർ അത് നോക്കും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കാണിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഡെക്ക് കൈ പിടിച്ചിട്ട് എവിടെ വേണമെങ്കിലും വെക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ ടോപ്പിൽ വെച്ചൊന്ന് ഓർത്തോ. എന്നിട്ട് നമ്മൾ കാർഡ് അപ്പം തന്നെ സ്പെക്ടേറ്ററിൻ്റെ കൈ കൊടുക്കുക, എന്നിട്ട് ഷഫിൾ ചെയ്യാൻ പറയാം. ഓക്കെ, സ്പെക്ടേറ്റർ എങ്ങനെയാണെങ്കിൽ ഷഫിൾ ചെയ്യും. അപ്പോൾ കാർഡ് മിക്സ്ഡ് അപ്പ് ആയി, അതായത് മിഡിലാണ് ഇരിക്കുന്നത് കാർഡ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ചെയ്ത കാര്യം അവർ എന്നോടും ചെയ്യിക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാർഡ് ഷഫിൾ ചെയ്യും. എന്നിട്ട് നമ്മുടെ അടുത്തോളം ചൂസ് ചെയ്യാൻ പറയും. ഇപ്പം നമ്മുടെ അടുത്തോളം ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആ കാർഡ് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് അത് മനസ്സിൽ ഓർത്ത് വെക്കാൻ പാടില്ല. ഓക്കെ, നമ്മളപ്പോൾ തന്നെ 7 ഓഫ് സ്പേഡ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഏത് കാർഡായാലും അവരുടെ കാർഡ് 7 ഓഫ് സ്പേഡ്സ് ആണ്, അതുകൊണ്ട് നമ്മളും 7 ഓഫ് സ്പേഡ്സ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കുക. ഈ കാർഡ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് അത് എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് കാർഡ് ഈ ഡെക്ക് ഷഫിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഡെക്ക് സ്പെക്ടേറ്ററിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ പറയണം ഈ ഡെക്ക് ഞാൻ ഫേസ് അപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഡെക്കിലോട്ടൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കാർഡ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് അത് ടോപ്പിലോട്ട് കൊണ്ടുവരും. അപ്പോൾ സ്പെക്ടേറ്ററും അതേപോലെ ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ സ്പെക്ടേറ്ററും ഒരു കാർഡ് എടുത്ത് ടോപ്പിലോട്ട് കൊണ്ട് നോക്കും. അപ്പം നമുക്ക് അവരുടെ കാർഡ് ഏതാണെന്ന് അറിയാം, 7 ഓഫ് സ്പേഡ്സ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7 ഓഫ് സ്പേഡ്സ് എടുത്ത് ടോപ്പിൽ വെക്കണം. ഓക്കെ, ഇതാണ് 7 ഓഫ് സ്പേഡ്സ്, അതെടുത്ത് ടോപ്പിൽ വെക്കണം. അപ്പം നമ്മൾ അവർ ചെയ്യുന്നതിന് മുമ്പേ വേഗം ചെയ്തിട്ട് അവരെ കാണിച്ചു കൊടുക്കണം. അവരുടെ കാർഡ് ഇതാണ്, ഞാൻ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ അവരും അവരുടെ ഡെക്കിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് അത് ടോപ്പിലോട്ട് എടുത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടോപ്പിലുള്ള കാർഡ് ജാക്ക് ഓഫ് ഹാർട്സ് ആണ്. അവർ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത കാർഡ് എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ജാക്ക് ഓഫ് ഹാർട്സ് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് സെക്കൻഡ് മൂവ്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡെക്ക് അവർക്ക് കൊടുക്കണം, എന്നിട്ട് അവരുടെ ഡെക്ക് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡും വെച്ച് ഈ ഡെക്കൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണ പോലെ കാണിക്കണം. ഓക്കെ, ഫ്ലിപ്പ് ചെയ്യണ പോലെ കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫിംഗറും വെച്ച് ഒന്ന് ഈ ടോപ്പ് കാർഡൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം മുമ്പിലോട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ട് കാണാം ഈ കാർഡ് ജാക്ക് ഓഫ് ഹാർട്സ് ആണെന്ന്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും സ്റ്റെപ്പ്. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പെക്ടേറ്ററിന് ആ ഡെക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അത് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് ചോദിക്കണം നിങ്ങളുടെ കാർഡ് ഏതായിരുന്നു ചോദിക്കണം. അപ്പോൾ അവർ 7 ഓഫ് സ്പേഡ്സ് എന്ന് പറയും. അപ്പോൾ അവരത് ഫ്ലിപ്പ് ചെയ്യണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈ കിട്ടിയില്ലെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ഫസ്റ്റ് ട്രൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് കാർഡ് നോക്കുക. അപ്പോൾ അവർ ആ സമയത്ത് കൊണ്ട് അവരത് ഫ്ലിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജാക്ക് ഓഫ് ഹാർട്സ് ആണ് കാർഡെന്ന്. എന്നിട്ട് നമ്മൾ സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് പറയണം എൻ്റെ കാർഡ് ജാക്ക് ഓഫ് ഹാർട്സ് ആയിരുന്നു എന്ന് പറയണം. ശരിക്കും നമ്മൾ ആ കാർഡല്ല യൂസ് ചെയ്തത്, പക്ഷെ നമ്മൾ പറയണം എൻ്റെ കാർഡ് ജാക്ക് ഓഫ് ഹാർട്സ് ആയിരുന്നു എന്ന് പറയണം. എന്നിട്ട് നമ്മളത് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ ആ കാർഡ് ജാക്ക് ഓഫ് ഹാർട്സ് ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ട്രിക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചീസ്.